സർവമംഗളമംഗല്യേ ശുഭേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. 8-ാം അധ്യായം. ദിവസങ്ങളങ്ങനെ 3 പോയെന്നൊരു ദിവസമെരിഞ്ഞെഴും കാട്ടുതീയിൽ ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി 3 ബധ വീണു വെണ്ണീറടിഞ്ഞുപോയി. അധ പോയി സഞ്ജയൻ തീർത്ഥാടനാർത്ഥമി കഥയെല്ലാം നാരദൻ ചൊന്നു കേട്ടു. അതിരറ്റ ദുഃഖം കലർന്നു യുധിഷ്ഠിരൻ ശ്രുതി പെറ്റ മന്നവർക്കഗ്രഗാമി. ദുരമൂത്ത 100 പേരന്തരിച്ചിട്ടു പിന്നൊരു 36 ചൊന്ന നാളിൽ യദുവംശരൊക്കെയും വിപ്രശാപത്തിനാൽ മതമേറിത്തങ്ങളിൽ പോരടിച്ചു. മൃതരായി പ്രഭാസത്തിൽ വച്ചു ബലരാമൻ മധുവൈരിയെന്നവർ കണ്ടു നിൽക്കേ. ബലദേവനക്ഷണം കൈവെടിഞ്ഞാനുടൻ ജലജാഷൻ ഗൗരിയും ശാപവാക്യം ക്ഷണമപ്പോൾ പാലിച്ചു കാട്ടാളരാജന്റെ കണയേറ്റു സ്വർഗലോകം ഗമിച്ചാൻ. വസുദേവനാ വാർത്ത കേട്ടു വിഷാദത്തോടസുവിട്ടാൻ അംബികാധ്യാനനിഷ്ഠൻ. തദനു പ്രഭാ സത്തിലെത്തി ധനഞ്ജയൻ യദുവശ്യ സംസ്കൃതി ചെയ്തു. പിന്നെ മുരമാതി തൻതനു കണ്ടെടുത്തഞ്ജസ വിറകാൽ ചമച്ചൊരു പട്ടടയിൽ ചിതമായി വച്ചങ്ങ് സംസ്കരിച്ചിടിനാൻ. അതുപോലെ രാമന്റെ മെയ്യിനെയും. അവിടെ നിന്നർജുനൻ ദ്വാരകം പൂക്കങ്ങ് നിവസിക്കും പൗരരെയാകമാനം പുറമേ ഇറക്കി വിട്ടപ്പോഴപ്പട്ടണം നിറയും സമുദ്രജലത്തിലാണ്ട്. അവരെയും കൂട്ടി നടന്നുപോയി ഫൽഗുന അവശനായി ശക്തി കുറഞ്ഞ മൂലം. വഴിയിൽ വെച്ചച്യുത പത്നിമാർ ധനം മുഴുവനും തസ്കരർ കൊണ്ടുപോയി. പുനരിന്ദ്രപ്രസ്ഥമണഞ്ഞ അനിരുദ്ധന്റെ തനയരെന്നായതരാജനാക്കി. പരമമവിടന്നു തിരിച്ചുടൻ ഹസ്തിന പരമണഞ്ഞാതരാൽ സവ്യസാജി. നൃപവരൻ യുധിഷ്ഠിരനോടു ചെന്നോദിനാൻ വിവരങ്ങളൊക്കെയുമുള്ളവണ്ണം. അത് കേട്ടു ധർമ്മജനാധി കലർന്നു പിന്നഭിമന്യുപുത്രനിൽ രാജ്യഭാരം വിരവിൽ സമർപ്പിച്ചു പാഞ്ചാലിയോടും സോദരരോടുമൊന്നിച്ചു പുണ്യശാലി. ജനപദം വിട്ടു ഹിമാലയം പുക്കവർ തനതുമെയ്യങ്ങു വെടിഞ്ഞുകൊണ്ടാർ. അഭിമന്യുപുത്രൻ പരീക്ഷിന്ദ്രബാലകൻ അഭിവന്ദ്യമാം വിധം ഭൂഭരണം 60 കൊല്ലം നടത്തി സുധാതുമികൾ ചെറുതുമനീതിക്കിടം വരാതെ. ഒരു ദിനം നായാട്ടിനായെന്ന് പോത്തമൻ പൊരുതായ കാട്ടിലണഞ്ഞു മോതാൽ. എരിയുമൊരു ചരുതാനയക്കമാനിനെ പരിചിലമെങ്ങും തിരഞ്ഞുപോയി. ചുടുവയിലേറ്റു തളർന്നു നരാധിപനൊടുവിലത്തുള്ളൊരാശ്രമത്തിൽ
പരമാത്മധ്യാന നിവിഷ്ടവൻ മനസ്കനായി മരുവുന്ന മാമുനി മുഖ്യനോട് തരിക തണ്ണിരന്നതിനുത്തരമുരിയാടിയില്ലെന്നു ധ്യാനനിഷ്ഠൻ കലികൊണ്ടതിന്നാല കാശ്യപീ വല്ലഭൻ കുലവില്ലാൽ ചത്തൊരു പന്നകത്തെ മുനിതൻ കഴുത്തിലെടുത്തെറിഞ്ഞിട്ടേച്ചു ജനനാഥൻ പത്തനൻ ചെന്നണഞ്ഞാൻ പരമാത്മനിഷ്ഠനറിഞ്ഞതില്ല താപസനന്തരം തൻ കണ്ഠത്തിൽ വീണതേതും ഗവിജാതനെന്നൊരു പുത്രനുണ്ടം മുനി കവികുല തേജസ്വിജി ദേവി ഭക്തൻ ചില കൂട്ടർ ചൊന്നവൻ കേട്ടും താതൻ തൻ്റെ ഗളഭൂവിൽ പാമ്പു കിടപ്പതായി പടരുന്ന കോപമോടും മുനീന്ദ്രനെ നരനൊരു മുനിശാപവും ഇട്ടുകൊണ്ടാൻ മമതാത്മകണ്ഠത്തിൽ പാമ്പിനെ എടുത്തിട്ടൊര കുമതിയേഴു ദിനത്തിനുള്ളിൽ വിഷബാധയേൽപ്പിക്കും തക്ഷകനിശാപം മൃഷിശിക്ഷ്യൻ ചൊന്നാനു രാജാവോടേതി മുനിപുത്രശാപം ധരിച്ചു പരീക്ഷിത്തിൻ തനിവാര്യമെന്നു താൻ തീർച്ചയാക്കി വിരയെ വരുത്തിയ മാത്യരെയൊക്കെയും ഉര ചെയ്തവരോടും പിന്നെയേവം മുനി ഇനി എന്തു വേണ്ടതൻ കർമ്മമെന്ന അത്രയേ മുനിപുത്രരൂപമായി ശാപമിട്ടു മറുകൈയിൽ മഞ്ഞിനുള്ളിൽ വല്ലതുമുണ്ടെങ്കിൽ മറുകൈ അതിനുണ്ടു വല്ലതുമുണ്ടെങ്കിൽ ചെറുതുമമാന്തിക്കാതെ നിങ്ങൾ ചൊൽവിൻ മരണത്തെ ആർക്കും മറക്കുവാൻ വയ്യെന്ന് മറയവർ വാദിപ്പതുണ്ടെന്നതും അറിവുള്ളോർ ശാസ്ത്രവഴിക്കു യത്നിക്കുവാൻ പറയുന്നു സർവവും സാധ്യമാക്കാൻ മതിവച്ചു ചെയ്യുന്ന കർമ്മങ്ങളെന്നുമേ പതിരായിപ്പോകില്ലെന്നാപ്തവാക്യം കുറവെന്ന് ബുദ്ധി ചെലുത്തിയത്നിക്കായിൽ നിറവേറുകില്ല തൻ കാര്യമെന്നും ഒരു പാമ്പ് പണ്ട് കടിച്ചു മരിച്ച തൻ തരുണിയായുസ്സുപാതി നൽകി യതിയൊരാൾ ജീവിപ്പിരിച്ചിടിനാനക്കഥ യതിനോദാദൃഷ്ടന ആണ് മനൂജതാനും മതിമാന്മാർ ഭാവിയെ ദൃഷ്ടാന്തം കാൺകിലും കൃതികളെ വിശ്വസിക്കില്ലതെല്ലും തെരുവിനാത്രയൂഴിയിൽ ദൈവത്തെ വിശ്വസിച്ചൊരു വകയത്നവും ചെയ്തിടാത്തോ ഇഹ സർവം വിട്ട വിരക്തനും ഭിക്ഷക്ക് ഗൃഹവാന്റെ വീടണക്കേണമല്ലോ അഥവാ താൻ വായിൽ യദൃച്ഛയാ വീണാലും അതു യത്നം ചെയ്യാതെയുള്ളിലെന്താ മുറ പോലെ കാര്യത്തിൽ യത്നം നടത്തണം നിറവേറായിൽ വിധിക്കയെന്നും തനതുദാരങ്ങൾക്കുവ ജീവൻ കൊടുത്തവൻ മുനിയേതു മട്ടൊന്നു ചൊല്ലിയാലും മരണമവൾക്കൗവവിധ ലണഞ്ഞെന്നു അരുളുക സാമ്പ്രതം രാജമൗലേ സുഗുണാസുമുഖി പുലേമയെന്ന് ഭൂവികിനൊത്തൊരുമ പത്നിയുണ്ടായി അവളിൽ പിന്നെല്ലാ കീർത്തി കേട്ടു ചവനൻ മഹർഷീന്ദ്രമൗലിരത്നം അവനു ശര്യാതിജയാം
സുകന്യായുവതിതാരങ്ങളായി തീർന്നവളിൽ പ്രമതിയെന്നുണ്ടായൊരു സുതനു സുമതി പ്രതാപിയെ വേളി ചെയ്താൻ. തരുവെന്ന പുത്തൻ അവളിലുണ്ടായി പുരുപുണ്യശാലി മഹർഷിവര്യൻ. അതു കാലം സ്ഥൂലകേശ അഭിധാന നധുതലർമിത്രനൻ യേശുവിലാസി ഒരു യോഗി മുഖ്യൻ വസിച്ചിരുന്നു. പെരുകുന്ന പുണ്യത്തിൻ പൊന്നികേതം ഒരു നാൾ വിശ്വാവസു മൂലമായി സുരവേശ്യമേനക ഗർഭിണിയായി. അവൾ പിന്നെ സ്ഥൂലകേശാശ്രമത്തിൽ സവിതമണഞ്ഞു നദിക്കരയിൽ. ഒരു പെൺകിടാവിനെ പെറ്റവിടാൻ അരുമക്കത്തെ കുഞ്ഞിനെ ഇട്ടുപോയാൾ. അതിനെയായ സ്ഥൂലകേശനെടുത്തു കുതുകാൽ പ്രമധ്വര പേരുമിട്ടു. മുറപോൽ വളർത്താൻ ക്രമത്തിനാലേ നിറയൗവനവും അവൾക്കു വന്നു. രുരുവാം മഹർഷിയെ പെൺമണിയാം തരുണിയെ കണ്ടു കാമാർത്തനായാൽ. സ്വർഗാരോഹണം 8-ാം അധ്യായം കഴിഞ്ഞു.